ഹലോ ആൾ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ഫ്ലൂയിഡ് മെക്കാനിക്സ് ആൻഡ് ഹൈഡ്രോളിക് മെഷീൻസ്, അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫോർ പൈപ്പ് ഫ്ലോ turbulent flow occurs when Reynolds number ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഫോർ പൈപ്പ് ഫ്ലോ turbulent flow occurs when Reynolds number is less than 4000 ആണോ, അതല്ല മോർ ദാൻ 4000 ആണോ, അതല്ല 2000 ആൻഡ് 4000 ഇടയ്ക്കാണോ എന്നുള്ള കാര്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. ഓരോരോ ക്വസ്റ്റ്യനും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓപ്ഷൻസ് ബേസ് ചെയ്തുകൊണ്ടും അതുപോലെ തന്നെ ആ ഒരു കൺസെപ്റ്റിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു തിയറി പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ റെയ്നോൾഡ്സ് നമ്പറിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ചോദ്യമാണ്. സോ റെയ്നോൾഡ്സ് നമ്പർ ഡിറ്റർമൈൻസ് വെദർ ദ ഫ്ലോ ഇൻ എ പൈപ്പ് ഈസ് ലാമിനാർ, ട്രാൻസിഷണൽ ഓർ ടർബുലന്റ്. ഒരു പൈപ്പ് ഫ്ലോയില് ഫ്ലോ എന്ന് പറയുന്നത് ലാമിനാർ ആണോ അതല്ല ടർബുലന്റ് ആണോ എന്നുള്ളത് ഡിറ്റർമൈൻ ചെയ്യുന്നത് ഒരു നമ്പറാണ്. ഇത് റെയ്നോൾഡ്സ് നമ്പർ എന്ന് പറയുന്ന നമ്പറാണ്. അതിനകത്ത് പൈപ്പ് ഫ്ലോയുടെ യൂഷ്വൽ റേഞ്ച് വരുന്നത് ഫോർ ലാമിനാർ ഫ്ലോ ദ റെയ്നോൾഡ്സ് നമ്പർ വിൽ ബി ലെസ് ദാൻ 2000 and for turbulent flow the Reynolds number will be greater than 4000 and in the transitional region the Reynolds number falls between 2000 and 4000. ഇത് ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള വാല്യൂ റേഞ്ച് ആണ്. അപ്പൊ ഇതിനുള്ള കാര്യങ്ങൾ നമുക്ക് കാണാതെ പഠിക്കേണ്ടി വരും. ഇപ്പോൾ റെയ്നോൾഡ്സ് നമ്പർ ലെസ് ദാൻ 2000 ആണെങ്കിൽ അത് ലാമിനാർ ഫ്ലോ ആയിരിക്കും. റെയ്നോൾഡ്സ് നമ്പർ ഗ്രേറ്റർ ദാൻ 4000 ആണെങ്കിൽ ഇത് ടർബുലന്റ് ഫ്ലോ ആയിരിക്കും. ഇൻ ബിറ്റ്വീൻ 2000 and 4000 ആണെന്നുണ്ടെങ്കിൽ ഇത് ട്രാൻസിഷണൽ റീജിയൻ ആയിരിക്കും. ഇവിടെ ചോദ്യം, ഫോർ പൈപ്പ് ഫ്ലോ ടർബുലന്റ് ഫ്ലോ occurs when Reynolds number is more than 4000. ഓപ്ഷൻ ബി is the correct answer. Next question, the time of oscillation of a floating body with increase in metacentric height will be. മെറ്റാസെൻട്രിക് ഹൈറ്റിനെ കുറിച്ചുള്ള ചോദ്യമാണ്. ഫ്ലൂയിഡ് മെക്കാനിക്സിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമുക്ക് ഓരോ ക്വസ്റ്റ്യനിൽ വരുന്ന ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ്, സെന്റർ ഓഫ് ബോയൻസി. സെന്റർ ഓഫ് ബോയൻസി എന്താന്ന് നോക്കാം. സെന്റർ ഓഫ് ബോയൻസി, when a body is immersed in water, some water is displaced. The center of gravity of the displaced water is called center of buoyancy. നമുക്കെല്ലാം അറിയാം, ഒരു ബോഡി നമ്മൾ വെള്ളത്തിലേക്ക് നമ്മൾ മുക്കി വെക്കുന്ന സമയത്ത് കുറച്ച് വെള്ളം അവിടെ നിന്ന് ഡിസ്പ്ലേസ് ആയി പുറത്തു പോകും. അപ്പോ ഈ ഡിസ്പ്ലേസ് ആയി പോകുന്ന വെള്ളത്തിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റിയാണ് നമ്മൾ സെന്റർ ഓഫ് ബോയൻസി എന്ന് പറയുന്നത്. ദ ബോയിന്റ് ഫോഴ്സ് വിൽ ഓൾവേസ് ബി ആക്ടിങ് അപ്വേർഡ് ത്രൂ ദിസ് പോയിന്റ്. ബോയിന്റ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് എപ്പോഴും സെന്റർ ഓഫ് ബോയൻസിലൂടെ ആയിരിക്കും. ഓക്കെ, ഡിസ്പ്ലേസ് വാട്ടറിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റിനെയാണ് നമ്മൾ സെന്റർ ഓഫ് ബോയൻസി എന്ന് പറയുന്നത്. സെന്റർ ഓഫ് ബോയൻസിലൂടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ് ബോയിന്റ് ഫോഴ്സ്. അതെപ്പോഴും മുകളിലേക്കായിരിക്കും എന്ത് ചെയ്യുന്നത്, ആക്ട് ചെയ്യുന്നത്. സോ when a body floats in a liquid, it is under the action of two important forces. ഒരു ബോഡി വെള്ളത്തിൽ ഫ്ലോട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ മെയിൻ ആയിട്ട് അവിടെ ആക്ട് ചെയ്യുന്ന രണ്ട് ടൈപ്പ് ഫോഴ്സ് ആണ്. ഒന്നാമത്തേത് അതിന്റെ വെയിറ്റ് തന്നെയാണ്. വെയിറ്റ് വിച്ച് ആക്ച്വലി ആക്ട്സ് വെർട്ടിക്കലി ഡൗൺവേർഡ് ആൻഡ് പാസസ് ത്രൂ ദ സെന്റർ ഓഫ് ഗ്രാവിറ്റി. നമുക്കെല്ലാം അറിയാം, ബോഡിയുടെ വെയിറ്റ് എപ്പോഴും ആക്ട് ചെയ്യുന്ന ഏതിലൂടെ ആയിരിക്കും, സെന്റർ ഓഫ് ഗ്രാവിറ്റിയിലൂടെ ആയിരിക്കും. അതേസമയം ബോയിന്റ് ഫോഴ്സ് അല്ലെങ്കിൽ എഫ് ബി എന്ന് പറയുന്നത് ആക്ട്സ് വെർട്ടിക്കലി അപ്വേർഡ് ആൻഡ് പാസസ് ത്രൂ ദ സെന്റർ ഓഫ് ബോയൻസി. നമ്മൾ നേരത്തെ കണ്ടതാണ്. ബോയിന്റ് ഫോഴ്സ് വിൽ ഓൾവേസ് ബി ആക്ടിങ് ത്രൂ ദ സെന്റർ ഓഫ് ബോയൻസി ആൻഡ് ഇറ്റ് ആക്ട് ഓൾവേസ് അപ്വേർഡ്സ്. അപ്പോ വെയിറ്റും ഉണ്ട്, ഇവിടെ ബോയിന്റ് ഫോഴ്സും ഉണ്ട്. അറ്റ് ഈക്വിലിബ്രിയം the weight of the body will be equal to buoyant force. ഈക്വലി എന്തായിരിക്കും, ഈക്വിലിബ്രിയത്തില് വെയിറ്റും വെയിറ്റ് എന്ന് പറയുന്നത് താഴോട്ട് ആക്ട് ചെയ്യുന്നതും ബോയിന്റ് ഫോഴ്സ് എന്ന് പറയുന്നത് മുകളിലേക്ക് ആക്ട് ചെയ്യുന്നതാണ്. രണ്ടും ഈക്വൽ ആയിരിക്കും എപ്പോ, ഈക്വിലിബ്രിയത്തിൽ. ഇപ്പൊ നമുക്ക് ഇവിടെ ഫിഗർ കാണിച്ചിട്ടുണ്ട്. അറ്റ് ഈക്വിലിബ്രിയം പൊസിഷൻ വേർ ബി is the center of buoyancy through which FB is acting and G is the center of gravity through which W is acting. So one is acting downwards, the other one is acting upwards. So both of them are equal and opposite at equilibrium. So there won't be any reaction. Okay, there won't be any action and reaction. അത് രണ്ടും ക്യാൻസൽ ചെയ്ത് പോകും, ഒന്ന് മുകളിലും ഒന്ന് താഴോട്ടും. Okay, ഇനി both of them act along the same vertical line and the body
ഫ്ലോട്ട്സ് സ്റ്റഡിലി. ബോഡി സ്റ്റഡി ആയിട്ട് ഫ്ലോട്ട് ചെയ്യുന്ന ഒരു കണ്ടീഷൻ ആയിരിക്കും ഇപ്പോ ഈക്വിലിബ്രിയത്തിൽ. ഈ രണ്ട് ഫോഴ്സും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയതുകൊണ്ട് ബോഡി എന്ത് ചെയ്യും, വെള്ളത്തിൽ സ്റ്റഡി ആയിട്ട് ഫ്ലോട്ട് ചെയ്യും. ഈ രണ്ടാമത്തെ ഫിഗർ കാണിച്ചിട്ടുണ്ട്, അപ്പൊ അതിനെക്കുറിച്ചുള്ള ഒരു കാര്യങ്ങൾ പറയാം. സപ്പോസ് if the floating body is disturbed slightly, then the shape of the submerged portion changes. Amount of displaced liquid shift sideways and therefore the center of buoyancy is shifting from B to B dash. നമ്മൾ ചെറുതായിട്ട് ഈ ബോഡി എന്ത് ചെയ്തു, ചെറുതായിട്ടൊന്ന് അതിനെ അനക്കി വിട്ടു. അങ്ങനെ അനക്കുന്ന സമയത്ത് എന്തായിരിക്കും, ഈ ഒരു സബ്മേർജ്ഡ് ആയിട്ടുള്ള പോർഷന്റെ ഷേപ്പ് മാറും. ഇപ്പൊ നമുക്കറിയാം ഇവിടെ സബ്മേർജ്ഡ് ആയിട്ടുള്ള പോർഷന്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു റെഗുലർ ആയിട്ടുള്ള ഷേപ്പ് ആണ്. നമ്മൾ അതിനെ ഡിസ്റ്റർബ് ചെയ്യുമ്പോൾ എന്ത് ചെയ്തു, അതിന്റെ ഷേപ്പ്, ആ മുങ്ങിക്കിടക്കുന്ന പോർഷന്റെ ഷേപ്പ് മാറി. ഷേപ്പ് മാറുക മാത്രമല്ല, എന്താണ്, the shape of the submerged portion changes, amount of displaced liquid shift sideways and therefore center of buoyancy shifting towards B to B dash. അപ്പോൾ എന്ത് ചെയ്യും, ഇങ്ങനെ നമ്മൾ ഡിസ്റ്റർബ് ചെയ്യുമ്പോൾ സബ്മേർജ്ഡ് പോർഷന്റെ ഷേപ്പ് മാറുന്നു, അതുപോലെ ഡിസ്പ്ലേസ്ഡ് ലിക്വിഡിന്റെ അളവ് മാറുന്നു. അതുകൊണ്ട് തന്നെ എന്താണ്, ഈ ബി എന്ന് പറയുന്ന സെന്റർ ഓഫ് ബോയൻസി ഇറ്റ് വിൽ ബി ഷിഫ്റ്റിംഗ് ടുവേർഡ്സ് റൈറ്റ്. ഇപ്പൊ ഇവിടെ ബി ഒറിജിനലി ഇവിടെ ആയിരുന്നു, അതെന്ത് ചെയ്തു, രണ്ടാമത്തെ ഫിഗറിൽ ഇവിടെ ബി ഡാഷ് എന്ന് പറയുന്ന പോർഷനിലേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെട്ടു. ഓക്കെ, നമ്മൾ ടിൽറ്റ് ചെയ്തുകൊണ്ട് രണ്ടാമത്തെ റൈറ്റ് സൈഡിലേക്കുള്ള ഒരു പൊസിഷനിലേക്ക് അത് എന്ത് ചെയ്തു, ഷിഫ്റ്റ് ചെയ്യപ്പെട്ടു. If you extend this new vertical buoyant force line upward, it intersects the original vertical axis at a point that is called metacenter M. Metacenter എന്ന് പറയും. അതായത് നമ്മൾ ഈ ബോയന്റ് ഫോഴ്സിലൂടെ ബി ഡാഷിലൂടെയുള്ള വെർട്ടിക്കൽ ലൈൻ എഫ് ബിയും അതിന്റെ ഒറിജിനൽ വെർട്ടിക്കൽ ലൈനും തമ്മിൽ നമ്മൾ ഇതേ ഈ എഫ് ബി എക്സ്റ്റെൻഡ് ചെയ്യുന്നു. ഇതുവരെ ഈ വെർട്ടിക്കൽ ലൈൻ വരെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യാന്നുണ്ടെങ്കിൽ അത് രണ്ടും കൂടെ മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് മെറ്റാസെന്റർ അല്ലെങ്കിൽ എം എന്ന് പറഞ്ഞ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. The distance between center of gravity G and metacenter M is called metacentric height. അതായത് ജിയും എമ്മും തമ്മിലുള്ള ആ ഡിസ്റ്റൻസ്, ഇപ്പൊ ഇവിടെ നമ്മൾ ജി ഇവിടെയാണ് സെന്റർ ഓഫ് ഗ്രാവിറ്റി, എം എന്ന് പറയുന്നത് ഈ ഒരു പോയിന്റിലാണ്. അപ്പോൾ ജിയും എമ്മും തമ്മിലുള്ള ഈ ഒരു ഡിസ്റ്റൻസിനാണ് നമ്മൾ മെറ്റാസെൻട്രിക് ഹൈറ്റ് എന്ന് പറയുന്നത്. ഇനി മെറ്റാസെൻട്രിക് ഹൈറ്റിന്റെ എഫക്റ്റ് എന്താണെന്ന് നോക്കാം. ലാർജർ മെറ്റാസെൻട്രിക് ഹൈറ്റ്, ലാർജ് ജി എം or the restoring couple becomes large, body strongly tries to return to original position and body becomes highly stable. ഈ മൂന്ന് കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. ഇപ്പോ മെറ്റാസെൻട്രിക് ഹൈറ്റ് കൂടുതലാണെന്നുണ്ടെങ്കിൽ എന്താണ്, റീസ്റ്റോറിംഗ് കപ്പിൾ. ഇപ്പൊ നമ്മൾ ഒരു ബോഡി നമ്മൾ ഡിസ്റ്റർബ് ചെയ്യുമ്പോൾ ലാർജ് ജി എം ആണ് എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ആ ബോഡി ആ പഴയ പൊസിഷനിലേക്ക് തിരിച്ചു വരാനായിട്ട് ശ്രമിക്കും. അതുകൊണ്ട് തന്നെ എന്താണ്, the body becomes a highly stable. ഇപ്പൊ നമ്മൾ ഡിസ്റ്റർബ് ചെയ്താലും ലാർജ് ജി എമ്മിന്റെ കേസിൽ എന്താണ്, പെട്ടെന്ന് തന്നെ ബോഡി സ്റ്റേബിൾ ആവാനായിട്ട് ശ്രമിക്കും. അതേസമയം മെറ്റാസെൻട്രിക് ഹൈറ്റ് കുറവാണ് അല്ലെങ്കിൽ സ്മോൾ ആണ് എന്നുണ്ടെങ്കിൽ റീസ്റ്റോറിംഗ് കപ്പിൾ ബിക്കംസ് വീക്ക്, ബോഡി റിട്ടേൺസ് സ്ലോലി ആൻഡ് സ്റ്റെബിലിറ്റി റെഡ്യൂസസ്. അപ്പോൾ വളരെ ചെറിയ മെറ്റാസെൻട്രിക് ഹൈറ്റ് ഉള്ള കേസിൽ എന്തായിരിക്കും, പെട്ടെന്ന് തന്നെ റീസ്റ്റോർ ചെയ്യാനുള്ള ടെൻഡൻസി കുറവായിരിക്കും, റീസ്റ്റോറിംഗ് കപ്പിൾ വീക്ക് ആയിരിക്കും. അതുകൊണ്ട് വളരെ പയ്യെ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ബോഡി റിട്ടേൺ ചെയ്യുന്നുള്ളൂ. സോ ഇറ്റ് വിൽ ബി ലെസ് സ്റ്റേബിൾ ഇൻ ദ കേസ് ഓഫ് സ്മോൾ മെറ്റാസെൻട്രിക് ഹൈറ്റ്. When the body is tilted and released, its motion is similar to a pendulum and time required for complete oscillation is called time period. നമുക്കറിയാം ഓസിലേഷൻ ഓഫ് എ സിമ്പിൾ പെൻഡുലം, അതിന്റെ ഒരു ഫുൾ ഓസിലേഷന് വേണ്ടിയിട്ടുള്ള സമയമാണ് ഇത് ടൈം പീരീഡ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഈ ബോഡിയെ നമ്മൾ ഡിസ്റ്റർബ് ചെയ്യുമ്പോൾ തന്നെ അതിന്റെ മോഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് സിമിലർ ലൈക്ക് എ പെൻഡുലം. സോ വെൻ റിസ്റ്റോറിംഗ് ഫോഴ്സ് ഈസ് സ്ട്രോങ്ങർ, the body come back faster and oscillations become quicker and the time period decreases. അപ്പൊ പെട്ടെന്ന് തന്നെ നമ്മൾ, അതായത് റീസ്റ്റോറിംഗ് ഫോഴ്സ് വളരെ കൂടുതലാണെന്നുണ്ടെങ്കിൽ ബോഡി പോയിട്ട് പെട്ടെന്ന് തന്നെ തിരിച്ചു വരും. അതായത് ഓസിലേഷൻ വളരെ ക്വിക്കർ ആയിരിക്കും, അതുകൊണ്ട് തന്നെ ടൈം പീരീഡ് കുറവായിരിക്കും. ആൻഡ് ടൈം പീരീഡ് ഓഫ് ഓസിലേഷൻ ടി ഈസ് പ്രൊപ്പോർഷണൽ ടു 1/√GM. ഇതാണ് ഇതിന്റെ ഒരു എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ജി എം എന്ന് പറഞ്ഞാൽ എന്താണ്, മെറ്റാസെൻട്രിക് ഹൈറ്റ് നമ്മൾ നേരത്തെ കണ്ടതാണ്. സോ വെൻ ജി എം ഇൻക്രീസസ് ദ ടൈം പീരീഡ് ഡിക്രീസസ്. അപ്പോൾ ഈ ഒരു ഇക്വേഷനിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും മെറ്റാസെൻട്രിക് ഹൈറ്റ് കൂടുന്നത് കൊണ്ട് എന്താണ്, ടൈം പീരീഡ് കുറയുന്നു. ഓക്കെ, ഇവിടെ ചോദ്യം ഇതാണ്,
The time period of oscillation of a floating body with the increase in metacentric height will be decreased. Option A is the correct answer. അപ്പോൾ കുറച്ച് ലെങ്തി ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ആണ്. ഈ ഒരു ഇക്വേഷൻ നിന്നും നമുക്ക് അതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്യാം. പക്ഷെ നമുക്ക് അതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മെറ്റാസെൻട്രിക് ഹൈറ്റും സെന്റർ ഓഫ് ബോയൻസി എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടതാണ്. അതുകൊണ്ട് കുറച്ച് ലെങ്തി ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ തന്നു എന്നേ ഉള്ളൂ. ഓക്കെ, സോ ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ വാല്യൂ ഓഫ് കംപ്രസിബിലിറ്റി ഓഫ് ആൻ ഐഡിയൽ ഫ്ലൂയിഡ്. ഇവിടെ രണ്ട് കാര്യങ്ങളാണ്, ഒന്ന് കംപ്രസിബിലിറ്റി, ഒന്ന് ഐഡിയൽ ഫ്ലൂയിഡ്. ഈ കാര്യങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. വെൻ പ്രഷർ ഈസ് അപ്ലൈഡ് ടു എ സബ്സ്റ്റൻസ്, its volume may decrease. The ability of a substance to decrease its volume under pressure is called compressibility. The ability of a substance to decrease its volume under pressure is called compressibility. പ്രഷർ അപ്ലൈ ചെയ്യുമ്പോൾ അതിന്റെ വോള്യൂം ഡിക്രീസ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി, സബ്സ്റ്റൻസിന്റെ എബിലിറ്റിയാണ് നമ്മൾ കംപ്രസിബിലിറ്റി എന്ന് പറയുന്നത്. So higher compressibility means volume changes easily with the pressure. നമ്മൾ പ്രഷർ അപ്ലൈ ചെയ്യുമ്പോൾ വോള്യൂം പെട്ടെന്ന് തന്നെ ചേഞ്ച് ആവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിനർത്ഥം ആ ബോഡിക്ക് അല്ലെങ്കിൽ ആ സബ്സ്റ്റൻസിന്റെ കംപ്രസിബിലിറ്റി കൂടുതലാണ്. At the same time, low compressibility means volume changes very little with the pressure. പ്രഷർ അപ്ലൈ ചെയ്യുമ്പോൾ കാര്യമായിട്ടൊന്നും വോള്യൂം ചേഞ്ച് വരുന്നില്ല എങ്കിൽ അതിനർത്ഥം ആ സബ്സ്റ്റൻസിന്റെ കംപ്രസിബിലിറ്റി ലോ ആണ്. Generally, fluids are of two types, that is compressible fluids and incompressible fluids. Compressible fluids വരുന്നത് ഗ്യാസ് ആണ്, incompressible fluids ഒരു എക്സാമ്പിൾ വരുന്നത് ലിക്വിഡ് ആണ്. അപ്പോൾ this is about compressibility. An ideal fluid is a hypothetical fluid having zero viscosity and zero compressibility. Zero viscosity സീറോ കംപ്രസിബിലിറ്റിയും ഉള്ള ഒരു ഹൈപ്പോത്തറ്റിക്കൽ ഫ്ലൂയിഡിനെയാണ് നമ്മൾ ഐഡിയൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. അപ്പോ സീറോ കംപ്രസിബിലിറ്റി ആയതുകൊണ്ട് തന്നെ എന്താണ്, വോള്യൂം കാര്യമായിട്ട് ഒന്നും മാറ്റം വരില്ല. ഇറ്റ്സ് വോള്യൂം ഡസ് നോട്ട് ചേഞ്ച് ഈവൻ ഇഫ് പ്രഷർ ഈസ് അപ്ലൈഡ്. പ്രഷർ അപ്ലൈ ചെയ്താലും കാര്യമായിട്ടുള്ള വോള്യൂം ചേഞ്ച് ഒന്നും വരുന്നില്ല, അല്ലെങ്കിൽ വോള്യൂം ചേഞ്ച് ആവുന്നില്ല എന്നതുകൊണ്ടാണ് അതിനെ സീറോ കംപ്രസിബിലിറ്റി എന്ന് പറയുന്നത്. സോ കംപ്രസിബിലിറ്റിയുടെ ഇക്വേഷൻ ഇതാണ്, ബീറ്റ ഈസ് ഈക്വൽ ടു -1/v ഇൻറ്റു dv ബൈ dp. dp എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ പ്രഷർ, dv എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ വോളിയം. അപ്പൊ ഇവിടെ നമുക്ക് സീറോ കംപ്രസിബിലിറ്റി ആവണമെങ്കിൽ വോളിയം എന്ത് ചെയ്യാൻ പാടില്ല, ചേഞ്ച് ചെയ്യാൻ പാടില്ല. വോളിയം ചേഞ്ച് ചെയ്യാൻ പാടില്ല എന്നുണ്ടെങ്കിൽ dv എന്തായിരിക്കും, സീറോ ആയിരിക്കും. ഐഡിയൽ ഫ്ലൂയിഡിന്റെ കേസിൽ dv വിൽ ബി ഈക്വൽ ടു സീറോ. സോ ബീറ്റ will be equal to zero. Zero compressibility ആയിരിക്കും. ഇപ്പൊ ചോദ്യം ഇതാണ്, the value of compressibility of an ideal fluid will be zero. Option B is the correct answer. Next question, which device is popularly used for measuring difference of low pressure? അതായത് ലോ പ്രഷർ ഡിഫറൻസ് മെഷർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഡിവൈസ് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഇവിടെ ഒന്നാമത്തെ കേസ് പ്രഷർ മെഷർമെന്റ് ഉണ്ട്, രണ്ടാമത്തേത് ലോ പ്രഷർ മെഷർമെന്റിന് ഏതാണ് സ്യൂട്ടബിൾ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നോക്കാം. പ്രഷർ ഈസ് ദ നോർമൽ ഫോഴ്സ് ആക്ടിംഗ് പെർ യൂണിറ്റ് ഏരിയ ആൻഡ് ഇറ്റ്സ് കോമൺലി മെഷേർഡ് യൂസിങ് ഡിവൈസസ് കോൾഡ് മാനോമീറ്റേഴ്സ്. നമുക്കറിയാം പ്രഷർ എന്ന് പറയുന്നത് നോർമൽ ഫോഴ്സ് ആക്ടിംഗ് പെർ യൂണിറ്റ് ഏരിയ. ഇനി പ്രഷർ നമ്മൾ കോമൺ ആയിട്ട് മെഷർ ചെയ്യുന്ന ഡിവൈസസിന്റെ പേരാണ് മാനോമീറ്റർ. എ മാനോമീറ്റർ is a device that measures pressure by balancing the fluid pressure against the weight of the liquid column. ഒരു ലിക്വിഡ് കോളത്തിന്റെ വെയിറ്റിന് അഗൻസ്റ്റ് ഫ്ലൂയിഡ് പ്രഷർ ബാലൻസ് ചെയ്തുകൊണ്ട് പ്രഷർ മെഷർമെന്റ് നടത്തുന്ന ഒരു ഡിവൈസ് ആണ് ഇത് മാനോമീറ്റർ. So pressure difference is equal to difference in heights of liquid column. Manometric liquidന്റെ ഹൈറ്റ് ഡിഫറൻസ് വെച്ചാണ് നമ്മൾ പ്രഷർ ഡിഫറൻസ് മെഷർ ചെയ്യുന്നത്. ഇതിനകത്ത് തന്നെ ഇൻവെർട്ടഡ് യു-ട്യൂബ് ഡിഫറൻഷ്യൽ മാനോമീറ്റർ is the one in which the top portion contains a light liquid or gas. Heavier liquids occupy lower portion. അതായത് ഇൻവെർട്ടഡ് യു-ട്യൂബ് ഡിഫറൻഷ്യൽ മാനോമീറ്ററിൽ ഇതിന്റെ ടോപ്പ് പോർഷനിൽ എപ്പോഴും
ലൈറ്റ് ലിക്വിഡോ അല്ലെങ്കിൽ ഗ്യാസോ ആയിരിക്കും. അതേസമയം അതിന്റെ താഴത്തെ പോർഷനിലെല്ലാം എന്തായിരിക്കും? ഹെവിയർ ലിക്വിഡ്സ് ആയിരിക്കും. So because the manometric fluid is lighter, even a very small pressure difference produces a large displacement. Manometric fluid lighter ആയതുകൊണ്ട് തന്നെ വളരെ ചെറുതായിട്ടുണ്ടാവുന്ന ഒരു പ്രഷർ ഡിഫറൻസ് പോലും ഒരു വലിയ ഡിസ്പ്ലേസ്മെന്റിലേക്ക് ചെന്നെത്തിക്കും. ഓക്കെ, സോ therefore the sensitivity becomes high and small pressure differences can be measured accurately and is used for low pressure difference between 2 points. അതായത് ചെറിയ ഒരു പ്രഷർ ഡിഫറൻസ് തന്നെ വളരെ വലിയൊരു ഡിസ്പ്ലേസ്മെന്റിലേക്ക് കൺവേർട്ട് ആവും. അതുകൊണ്ട് തന്നെ അതിന്റെ സെൻസിറ്റിവിറ്റി കൂടുതലായതുകൊണ്ട് നമ്മൾ ലോ പ്രഷർ ഡിഫറൻസ് ബിറ്റ്വീൻ 2 പോയിന്റ്സ് മെഷർ ചെയ്യാനായിട്ട് നമ്മൾ പ്രിഫർ ചെയ്യുന്നത് ഏതാണ്? ഇൻവെർട്ടഡ് യൂട്യൂബ് ഡിഫറൻഷ്യൽ മാനോമീറ്റർ. ഓക്കെ, ബിക്കോസ് ഓഫ് ഇറ്റ്സ് ഹൈ സെൻസിറ്റിവിറ്റി. അതേസമയം ഇൻക്ലൈൻഡ് സിംഗിൾ കോളം മാനോമീറ്റർ ഇറ്റ് ഈസ് ഓൾസോ യൂസ്ഡ് ഫോർ സ്മോൾ ഡിഫറൻസസ് ഓഫ് പ്രഷർ, ബട്ട് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ലോ ഗേജ് പ്രഷർ. കൂടുതലായിട്ടും ലോ ഗേജ് പ്രഷറിന് വേണ്ടി ഉപയോഗിക്കുന്ന, അവിടെയും നമ്മൾ സ്മോൾ പ്രഷർ ഡിഫറൻസ് തന്നെയാണ് മെഷർ ചെയ്യുന്നത്. എവിടെ? ഇൻക്ലൈൻഡ് സിംഗിൾ കോളം മാനോമീറ്ററിലും സ്മോൾ പ്രഷർ ഡിഫറൻസിന് തന്നെയാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ അവിടെ ഉപയോഗിക്കുന്നത് ഡിഫറൻഷ്യൽ പ്രഷറിന് വേണ്ടിയിട്ടല്ല, പക്ഷെ ഗേജ് പ്രഷർ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻക്ലൈൻഡ് സിംഗിൾ കോളം മാനോമീറ്റർ ഉപയോഗിക്കുന്നത്. ഓക്കെ, നോട്ട് ഫോർ ഡിഫറൻഷ്യൽ പ്രഷേഴ്സ് ബിറ്റ്വീൻ 2 പോയിന്റ്സ്. ഇവിടെ ചോദിച്ചിട്ടുള്ള ഡിഫറൻഷ്യൽ പ്രഷർ ആണ്. അതുകൊണ്ട് തന്നെ ഇൻവെർട്ടഡ് യൂട്യൂബ് ഡിഫറൻഷ്യൽ മാനോമീറ്റർ, ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, Euler number is defined as the ratio of inertia force to. ഇവിടെ Euler number എന്താണ്, Euler number എന്ന് പറയുന്നത് അതിന്റെ ഡെഫിനിഷൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഫോഴ്സുകൾ തമ്മിലുള്ള റേഷ്യോ എന്താണെന്ന് മനസ്സിലാവും. Dimensionless parameters compare different types of forces acting in a fluid system, helping us understand which force dominates. അതായത് ഡയമെൻഷൻലെസ് നമ്പേഴ്സ് ഒരുപാട് ഫ്ലൂയിഡ് മെക്കാനിക്സിൽ അവൈലബിൾ ആണ്. ഈ ഡയമെൻഷൻലെസ് നമ്പേഴ്സിന്റെ പർപ്പസ് എന്ന് പറയുന്നത് ആക്ച്വലി കമ്പയർ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫോഴ്സസ് ദാറ്റ് ഈസ് ആക്ടിങ് ഇൻ എ ഫ്ലൂയിഡ് സിസ്റ്റം, വിച്ച് വിൽ ഹെൽപ്പ് us അണ്ടർസ്റ്റാൻഡ് വിച്ച് ഫോഴ്സ് ഏത് ഫോഴ്സ് ആണ് ഫ്ലൂയിഡ് സിസ്റ്റത്തെ ഡോമിനേറ്റ് ചെയ്യുന്നത് എന്ന് അറിയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന നമ്പേഴ്സ് ആണ് ഡയമെൻഷൻലെസ് നമ്പേഴ്സ്. അപ്പൊ അത്തരത്തിലുള്ള ഒരു ഡയമെൻഷൻ നമ്പർ ആണ് ഓയിലർ നമ്പർ. റെപ്രസെന്റ് ചെയ്യുന്നത് EU എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ്. ഇറ്റ്സ് എ ഡയമെൻഷൻലെസ് നമ്പർ യൂസ്ഡ് ടു ക്യാരക്ടറൈസ് ഫ്ലൂയിഡ് ഫ്ലോ. ഫ്ലൂയിഡ് ഫ്ലോ ക്യാരക്ടറൈസേഷന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഡയമെൻഷൻലെസ് നമ്പർ ആണ് ഓയിലർ നമ്പർ. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ഓഫ് പ്രഷർ ഫോഴ്സ് ടു ഇനേർഷ്യ ഫോഴ്സ്. EU ഈക്വൽ ടു P by rho V square. Okay, ratio of pressure force to inertia force. Inertia force എന്ന് പറയുന്നത് it is the force due to motion or acceleration of fluid. ഫ്ലൂയിഡിന്റെ ആക്സിലറേഷൻ അല്ലെങ്കിൽ മൂവ്മെന്റ് കൊണ്ടുണ്ടാവുന്ന ഫോഴ്സ് ആണ് ഇനേർഷ്യ ഫോഴ്സ്. ഓക്കെ, അപ്പോ ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഓയിലർ നമ്പർ ഈസ് ദ റേഷ്യോ ഓഫ് ഇനേർഷ്യ ഫോഴ്സ് ടു പ്രഷർ ഫോഴ്സ്. ഇവിടെ ആൾറെഡി നമ്മൾ പറഞ്ഞതാണ് റേഷ്യോ ഓഫ് പ്രഷർ ഫോഴ്സ് ആൻഡ് ഇനേർഷ്യ ഫോഴ്സ്. പ്രഷർ ഫോഴ്സ് എന്ന് പറയുന്നത് ഫോഴ്സ് എക്സർട്ടഡ് ബൈ ഫ്ലൂയിഡ് പ്രഷർ. രണ്ടാമത്തേത് വിസ്കസ് ഫോഴ്സ് ആണ്. വിസ്കസ് ഫോഴ്സ് ഈസ് ദ റെസിസ്റ്റൻസ് ഫോഴ്സ് ഡ്യൂ ടു ഫ്ലൂയിഡ് വിസ്കോസിറ്റി ഓർ ഫ്രിക്ഷൻ. മൂന്നാമത്തേത് ഗ്രാവിറ്റി ഫോഴ്സ് ഈസ് ദ ഫോഴ്സ് ഡ്യൂ ടു വെയിറ്റ് ഓഫ് ദ ഫ്ലൂയിഡ്. ഇലാസ്റ്റിക് ഫോഴ്സ് ഈസ് റിലേറ്റഡ് ടു കംപ്രസിബിലിറ്റി ഓഫ് ദ ഫ്ലൂയിഡ്. തന്നിട്ടുള്ളതിൽ ഓപ്ഷൻസ് എല്ലാം ഒന്ന് ഡിസ്കസ് ചെയ്തു എന്നേ ഉള്ളൂ. ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓയിലർ നമ്പർ ഈസ് ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ഓഫ് ഇനേർഷ്യ ഫോഴ്സ് ടു പ്രഷർ ഫോഴ്സ്. ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. ഇനി ആറാമത്തെ ക്വസ്റ്റ്യൻ, കാവിറ്റേഷൻ യൂഷ്വലി ഒക്കേഴ്സ് ഡ്യൂ ടു ചേഞ്ചസ് ഇൻ. കാവിറ്റേഷൻ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്നാണ് ചോദ്യം. ഫ്ലൂയിഡ് മെഷീനറിയിൽ നിന്നുള്ള ചോദ്യമാണ്. Cavitation is a phenomena of formation of vapor bubbles inside a liquid followed by subsequent collapse. Cavitation എന്ന് പറയുന്നത് എന്താണ്? It is actually phenomena of formation of vapor bubbles inside a liquid
followed by subsequent, അതായത് വേപ്പർ ബബിൾസ് ഉണ്ടാവുന്നു, ആ വേപ്പർ ബബിൾസ് എല്ലാം തന്നെ സഡൻ ആയിട്ട് കൊളാപ്സ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഫിനോമിനയാണ് കാവിറ്റേഷൻ. നോർമലി എ ലിക്വിഡ് റിമെയിൻസ് ഇൻ ലിക്വിഡ് സ്റ്റേറ്റ് ആൻഡ് വെൻ ഇറ്റ്സ് പ്രഷർ ഈസ് എബവ് ദ വേപ്പർ പ്രഷർ. ഒരു ലിക്വിഡിന്റെ പ്രഷർ വേപ്പർ പ്രഷറിനെയും കാട്ടി മുകളിലാണെന്നുണ്ടെങ്കിൽ എന്താണ്, the liquid remains in liquid state when pressure is above the vapor. വേപ്പർ പ്രഷറിനെയും കാട്ടി മുകളിലാണ് അതിന്റെ പ്രഷർ എങ്കിൽ ലിക്വിഡ് ആയിട്ട് തന്നെ റിമെയിൻ ചെയ്യുന്നു. When the pressure in a flowing fluid drops below the vapor pressure, the liquid starts converting into vapor bubbles, and these bubbles travel to higher pressure regions where they suddenly collapse or implode. അതായത് പ്രഷറിന്റെ വാല്യൂ, പ്രഷർ ഇൻ എ ഫ്ലോയിങ് ഫ്ലൂയിഡ് ഡ്രോപ്സ് ബിലോ ദ വേപ്പർ പ്രഷറിന്, ഫ്ലൂയിഡിന്റെ പ്രഷർ വേപ്പർ പ്രഷറിനെക്കാട്ടി കുറവാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, ലിക്വിഡ് സ്റ്റാർട്ട് കൺവെർട്ടിംഗ് ഇൻ ടു വേപ്പർ ബബിൾസ്, and these vapor bubbles will be traveling to higher pressure regions where they suddenly collapse. higher pressure regionിലേക്ക് പോയിട്ട് അതെല്ലാം കൂടെ സഡൻ ആയിട്ട് ഈ വേപ്പർ എല്ലാം കൂടെ കൊളാപ്സ് ആവും. This produces noise, vibration and damage to pumps, turbines and propellers. ഈ പറയുന്ന കൊളാപ്സ് എന്ന് പറയുന്നത് എന്താണ്, പെട്ടെന്ന് നോയ്സ് ഉണ്ടാക്കും, അതുപോലെ തന്നെ വൈബ്രേഷൻ, ഇതെല്ലാം തന്നെ ടർബൈൻ അതുപോലെ പമ്പ് പ്രൊപ്പല്ലർ പോലുള്ള ഡിവൈസിനെല്ലാം ഡാമേജ് സംഭവിക്കും. So cavitation occurs when local pressure is less than the vapor pressure of the liquid. എക്സാമ്പിൾ വരുന്നത് പമ്പ്, ഇംപെല്ലർ, ഹൈഡ്രോളിക് ടർബൈൻസ്, ഷിപ്പ്, പ്രൊപ്പല്ലർ. ഇപ്പൊ ഒരു ചോദ്യം ഇതാണ്, cavitation usually occurs due to changes in pressure. പ്രഷറിൽ വരുന്ന മാറ്റങ്ങൾ കൊണ്ടാണ് cavitation സംഭവിക്കുന്നത്. ഓപ്ഷൻ എ is the correct answer. Next question. The lowest temperature at which the oils give enough vapor. അതായത് ഓയിൽസ് വേപ്പർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ലോവസ്റ്റ് ടെമ്പറേച്ചർ ഏതാണ്? ഫ്ലാഷ് പോയിന്റ് ആണോ, ഫയർ പോയിന്റ് ആണോ, ക്ലൗഡ് പോയിന്റ് ആണോ, പോർ പോയിന്റ് ആണോ എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. So different temperatures are used to describe the behavior of oils and fuels when heated. ഓയിൽ അല്ലെങ്കിൽ ഫ്യൂൽ നമ്മൾ ചൂടാക്കുമ്പോൾ അതിന്റെ ബിഹേവിയർ സ്റ്റഡി ചെയ്യാനായിട്ട് നമ്മൾ പല ടെമ്പറേച്ചേഴ്സ് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അതിൽ ഒന്നാണ് ഇത് ഫ്ലാഷ് പോയിന്റ്. സോ ഫ്ലാഷ് പോയിന്റ് ഈസ് ദ ലോവസ്റ്റ് ടെമ്പറേച്ചർ അറ്റ് വിച്ച് ദ ഓയിൽ ഗീവ്സ് ഓഫ് ഇനഫ് വേപ്പർ ടു ഇഗ്നൈറ്റ് മൊമെന്ററിലി വെൻ എ ഫ്ലെയിം ഈസ് ബ്രോട്ട് നിയർ ടു ഇറ്റ്. അതായത് ഒരു ഫ്ലാഷ്, ലോവസ്റ്റ് ടെമ്പറേച്ചർ അറ്റ് വിച്ച് ആൻ ഓയിൽ ഗീവ്സ് ഓഫ് ഇനഫ് വേപ്പർ ടു ഇഗ്നൈറ്റ് മൊമെന്ററിലി വെൻ ഫ്ലെയിം ഈസ് ബ്രോട്ട് നിയർ ടു. അതായത് ഒരു ഓയിലിനകത്തേക്ക് നമ്മൾ ഫ്ലെയിം കൊണ്ടുപോയാൽ എന്താണ്, പെട്ടെന്ന് തന്നെ ഒരു മൊമെന്ററിലി ആയിട്ട് അത് ഇഗ്നേറ്റ് ചെയ്യാനുള്ള ആ ഒരു ടെമ്പറേച്ചർ, ലോവസ്റ്റ് ടെമ്പറേച്ചറിനെയാണ് നമ്മൾ ഫ്ലാഷ് പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ജസ്റ്റ് ഒന്ന് ഫ്ലെയിം വന്നു പോവുള്ളൂ, ഫ്ലാഷ് വന്നു പോവുള്ളൂ. അതേസമയം ഫയർ പോയിന്റ് ആണെന്നുണ്ടെങ്കിൽ the temperature at which the vapor continues to burn for at least about 5 seconds after ignition. നമ്മൾ ഫ്ലെയിം കൊണ്ടുപോയ ശേഷം എന്താണ്, ആ ഓയിൽ കത്തിപ്പിടിക്കും, അറ്റ്ലീസ്റ്റ് 5 സെക്കൻഡ് നേരത്തേക്കെങ്കിലും അത് ബേൺ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ ആ ഒരു ടെമ്പറേച്ചർ, ആ ചെയ്യുന്ന ടെമ്പറേച്ചറിനെയാണ് നമ്മൾ ഫയർ പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഫ്ലാഷ് പോയിന്റും ഫയർ പോയിന്റും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ഇതാണ്. ഫ്ലാഷ് പോയിന്റ് വേപ്പർ ഇഗ്നൈറ്റ്സ് മൊമെന്ററിലി. ഓക്കെ, വേപ്പർ പെട്ടെന്ന് കത്തിപ്പിടിക്കുന്നു, പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് കത്തുന്നില്ല, ആ സ്പോട്ടിൽ തന്നെ എന്ത് ചെയ്യുന്നു, അത് കെട്ടുപോകും. ഇനി ഫയർ പോയിന്റ് ആണെങ്കിലോ, ഫയർ പോയിന്റ് ആണെങ്കിൽ വേപ്പർ ബേൺസ് കണ്ടിന്യൂസ്ലി, ഒരു 5 സെക്കൻഡിലെങ്കിലും അറ്റ്ലീസ്റ്റ് വേപ്പർ കണ്ടിന്യൂസ് ആയിട്ട് ബേൺ ചെയ്യുന്നതിനാണ് നമ്മൾ ഫയർ പോയിന്റ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് ക്ലൗഡ് പോയിന്റ് ആണ് ഓപ്ഷനിൽ തന്നിട്ടുള്ളത്. ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് വാക്സ് പാർട്ടിക്കിൾസ് സ്റ്റാർട്ട് അപ്പിയറിംഗ് മേക്കിംഗ് ദ ഓയിൽ ലുക്ക് ക്ലൗഡി. വാക്സ് പാർട്ടിക്കിൾസ് ഫോം ചെയ്യുന്ന ടെമ്പറേച്ചർ ആണ് നമ്മൾ ക്ലൗഡ് പോയിന്റ് എന്ന് പറയുന്നത്. അതേസമയം pour point is the lowest temperature at which the oil is still able to flow or pour under specified conditions. അതായത് ഏറ്റവും ലോവസ്റ്റ് ടെമ്പറേച്ചർ, ആ ഒരു ടെമ്പറേച്ചറിലും എന്താണ്, ഓയിൽ ഈസ് സ്റ്റിൽ ഏബിൾ ടു ഫ്ലോ. വിസ്കോസിറ്റി കൂടുന്ന സമയത്ത് എന്തായിരിക്കും, ഓയിലിന് ഫ്ലോ ചെയ്യാനുള്ള ടെൻഡൻസി കുറയും. പക്ഷെ ഇറ്റ് ഈസ് ദ ലോവസ്റ്റ് ടെമ്പറേച്ചർ അറ്റ് വിച്ച് ഓയിൽ ഈസ് സ്റ്റിൽ ഫ്ലോയിങ്, അതിനാണ് നമ്മൾ പോർ പോയിന്റ് എന്ന് പറയുന്നത്. ഇപ്പൊ ഇവിടെ ചോദ്യം ഇതാണ്, ലോവസ്റ്റ് ടെമ്പറേച്ചർ അറ്റ് വിച്ച് ഓയിൽ ഗീവ്സ് ഇനഫ് വേപ്പർ എന്ന് പറയുന്നത് ഫ്ലാഷ് പോയിന്റ് ആണ്. ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ.
Next question, centrifugal pump gives maximum efficiency when its blades are, centrifugal pump എപ്പോഴാണ് maximum efficiency വരുന്നത്? അതിന്റെ ബ്ലേഡിന്റെ ജോമെട്രിയെ കുറിച്ചാണ് ചോദിച്ചിട്ടുള്ളത്. So centrifugal pump works by rotating impeller blades to transfer energy to the fluid. Centrifugal pump ന്റെ വർക്കിംഗ് നമുക്കെല്ലാം അറിയാം. It by rotating impeller blades to transfer energy to fluid. ഫ്ലൂയിഡിന്റെ എനർജി ഇമ്പല്ലറിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നുണ്ട്. The shape of the blades greatly affects flow of liquid, power consumption, efficiency, സ്റ്റെബിലിറ്റി ഓഫ് ഓപ്പറേഷൻ. അതായത് ബ്ലേഡിന്റെ ഷേപ്പ് എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫ്ലോ ഓഫ് ലിക്വിഡ്, പവർ കൺസംഷൻ, എഫിഷ്യൻസി ആൻഡ് സ്റ്റെബിലിറ്റി ഓഫ് ഓപ്പറേഷൻ. സ്ട്രേറ്റ് ബ്ലേഡ്സ് ആണെന്നുണ്ടെങ്കിൽ ദേ ആർ സിമ്പിൾ ഇൻ കൺസ്ട്രക്ഷൻ ആൻഡ് ആർ ലെസ് എഫിഷ്യന്റ്. ദേ കോസ് മോർ ഷോക്ക് ലോസ്. പെട്ടെന്ന് തന്നെ ഷോക്ക് ലോസ് ഉണ്ടാവാൻ സാധ്യതയുള്ളതാണ് സ്ട്രേറ്റ് ബ്ലേഡ്. ലെസ് എഫിഷ്യന്റ് ആണ്. അതേസമയം ഫോർവേഡ് കർവ്ഡ് അല്ലെങ്കിൽ ബെൻഡ് ഫോർവേഡ് ബ്ലേഡ്സ് ആണെങ്കിൽ ഹൈ ഡിസ്ചാർജ് ഈസ് പോസിബിൾ വിത്ത് ദീസ് ബ്ലേഡ് ടൈപ്സ് ബട്ട് പവർ റിക്വയർമെന്റ് ഇൻക്രീസസ് റാപ്പിഡ്ലി ആൻഡ് ദേ ആർ ഓൾസോ ലെസ് സ്റ്റേബിൾ ആൻഡ് ലെസ് എഫിഷ്യന്റ് ഫോർ പമ്പ്സ്. നെക്സ്റ്റ് ഈസ് ദ ബാക്ക്വേർഡ് കർവ്ഡ് ഓർ ബെൻഡ് ബാക്ക്വേർഡ് ബ്ലേഡ്സ്. They provide smooth flow of liquid with less energy loss. They give better conversion of kinetic energy to pressure energy and are stable in operation, offering highest efficiency. വളരെ ഫേവറബിൾ ആയിട്ടുള്ള ഒരു ബ്ലേഡിന്റെ ജോമെട്രി ആണിത്. ബാക്ക്വേർഡ് കർവ് അല്ലെങ്കിൽ ബെൻഡ് ബാക്ക്വേർഡ് ബ്ലേഡ്സ്. അപ്പൊ ഇവിടെ ചോദ്യം ഇതാണ്, സെൻട്രിഫ്യൂഗൽ പമ്പ് ഗീവ്സ് മാക്സിമം എഫിഷ്യൻസി വെൻ ഇറ്റ്സ് ബ്ലേഡ്സ് ആർ bend backward. Option C is the correct answer. Next question, the hydraulic efficiency of a Pelton turbine will be maximum when the blade velocity is equal to. ഒരു പെൽട്ടൺ ടർബൈനിന്റെ ഹൈഡ്രോളിക് എഫിഷ്യൻസി മാക്സിമം ആവണമെങ്കിൽ ബ്ലേഡ് വെലോസിറ്റിയും ജെറ്റ് വെലോസിറ്റിയും തമ്മിലുള്ള റിലേഷൻ എന്താണ് എന്നാണ് ചോദ്യം. A Pelton turbine is an impulse turbine in which a high-speed water jet strikes the curved buckets mounted on a rotating wheel. A rotating wheel നമ്മൾ പറയുന്ന പേരാണ് റണ്ണർ. The velocity of water jet is equal to V. The blade or vane velocity is equal to U. Impulse turbines extract energy from water by reducing the velocity of the jet after striking the buckets. Impulse turbine സംഭവിക്കുന്ന എന്താണ്? Extract energy from water by reducing the velocity of the jet after striking the bucket. ഈ ജെറ്റ് വന്നിട്ട് ബക്കറ്റിൽ വന്ന് ഇടിക്കുന്ന ശേഷം എന്താണ്? അതിന്റെ വെലോസിറ്റി കുറയാണ് ചെയ്യുന്നത്. ആ കുറയാണെന്ന് പറഞ്ഞാൽ എന്താ? എനർജി ഈസ് ബീൻ ട്രാൻസ്ഫേർഡ് ടു ദ ബ്ലേഡ്സ്. For maximum power transfer, the relative motion between jet and vane must be optimum. That is neither too slow or no too fast. Relative motion between jet and vane. Jet velocity V, blade അല്ലെങ്കിൽ vane velocity U. Theoretically, the hydraulic efficiency of a Pelton turbine is maximum when U is equal to V by 2. Vane velocity is equal to half of the jet velocity. Okay. അപ്പൊ ഈ ഒരു കണ്ടീഷൻ ആണ് നമുക്ക് മാക്സിമം ഹൈഡ്രോളിക് എഫിഷ്യൻസി വരുന്നത്. ഇപ്പൊ ചോദ്യം ഇതാണ്, ഹൈഡ്രോളിക് എഫിഷ്യൻസി ഓഫ് എ പെൽട്ടൺ ടർബൈൻ വിൽ ബി മാക്സിമം വെൻ ബ്ലേഡ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു half of the jet velocity V by 2. Option A is the correct answer. Next question, geometric similarity between model and prototype means similarity of. Similarity കുറിച്ചുള്ള ഒരു ചോദ്യമാണ്. Geometric similarity between model and prototype എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നതാണ് ചോദ്യം. In model analysis of fluid mechanics, a small model is made to study the behavior of a larger actual system called prototype. നമ്മൾ മോഡൽ അനാലിസിസിൽ ചെയ്യുന്ന എന്താണ്? A small model is made to study behavior of a larger actual system called prototype. നമ്മൾ ലാർജർ സിസ്റ്റത്തെ പറയുന്ന പേര് പ്രോട്ടോടൈപ്പ് ആണ്. അപ്പൊ അതിന്റെ ബിഹേവിയർ മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ അതിന്റെ ഒരു മിനിയേച്ചർ ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മൾ മോഡൽ എന്ന് പറയുന്നത്. For correct predictions, similarities must exist between model and prototype. അതായത് നമ്മൾ മോഡൽ ഉണ്ടാക്കുന്നു, ഈ മോഡലിന് കറക്റ്റ് ആയിട്ട് ഒറിജിനൽ ആക്ച്വൽ പ്രോട്ടോടൈപ്പിന്റെ പ്രഡിക്ഷന് വേണ്ടിയിട്ട്
prediction correct ആവണമെങ്കിൽ എന്ത് ചെയ്യണം? Similarities must exist between model and prototype. And we have basically three main type of similarities. First is the geometric similarity, second one is the kinematic similarity, third one is the dynamic similarity. First is the geometric similarity, which means that all the corresponding dimensions in the model and prototype are proportional. അത് മോഡലിലും പ്രോട്ടോടൈപ്പിലുള്ള കറസ്പോണ്ടിങ് ഡയമെൻഷൻസ് എല്ലാം തന്നെ പ്രപ്പോർഷൻ ആണെങ്കിൽ മാത്രമേ നമുക്കതിനെ ജോമെട്രിക്കലി സിമിലർ എന്ന് പറയാൻ പറ്റുള്ളൂ. ഇറ്റ് ഈസ് മെയിൻലി റിലേറ്റഡ് ടു ലീനിയർ ഡയമെൻഷൻസ്. ഓക്കെ, സെയിം ഷേപ്പ്, സെയിം ആംഗിൾസ്, സെയിം ഡയമെൻഷണൽ റേഷ്യോ, ബട്ട് ഓൺലി സൈസ് ഡിഫേഴ്സ്. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം സെയിം ആയിരിക്കും, പക്ഷെ സൈസ് മാത്രം എന്തായിരിക്കും? കൂടുതലായിരിക്കും. മറ്റേത് മിനിയേച്ചർ ആയിരിക്കും, ഒറിജിനൽ എന്ന് പറയുന്നത് ലാർജർ ആയിരിക്കും. അല്ലാതെ ഷേപ്പ്, ആംഗിൾസ്, ഡയമെൻഷണൽ റേഷ്യോ, ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും എന്തായിരിക്കും? സെയിം ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ അപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇഫ് ദ പ്രോട്ടോടൈപ്പ് ലെങ്ത് ഈസ് 10 times the model length, then width will also be 10 times, height will also be 10 times, diameter will also be 10 times. അതായത് ലീനിയർ ഡയമെൻഷനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ലീനിയർ ഡയമെൻഷൻസ് എല്ലാം എന്താണ്? പ്രപ്പോർഷണൽ ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ജോമെട്രിക്കലി സിമിലർ എന്ന് പറയാം. ഇവിടെ ചോദ്യം ഇതാണ്, geometrical similarity between model and prototype means similarity of linear dimensions. Option D is the correct answer. Okay, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഫ്ലൂയിഡ് മെക്കാനിക്സ്, ഹൈഡ്രോളിക് മെഷീൻസ് എന്ന് പറയുന്ന പോർഷൻസ് ചോദിച്ചിട്ടുള്ളത്. സോ താങ്ക് യു.